ജർമ്മനി അങ്ങനെയല്ല. ഞങ്ങളിവിടെ നിന്ന് പോയി പിന്നെ മദ്രാസിൽ താമസിച്ച് മദ്രാസിൽ നിന്ന് 4:30 മണിക്ക് എണീറ്റിട്ട് 5:15 എയർപോർട്ടിൽ എത്തണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കൊണ്ടുവരുന്നത് 6:15. നമ്മളെ വാച്ചിൽ 6:15. ആ ഫ്ലൈറ്റ് നമ്മളെ വാച്ചില് 6:45 12.5 മണിക്കൂർ ഓടിച്ച് ലണ്ടൻ വിമാനത്താവളത്തിൽ ഇറങ്ങണേ. എത്ര മണിക്കൂർ ഓടി? 12 hours. 12.5. 12.5 hours. അവിടെ അപ്പോ 2:45 സമയമായിട്ടു. ഓക്കെ, നിങ്ങൾ കേറുന്നത് ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോ നമ്മളെ വാച്ചിലാണ് 6:45 രാത്രി, വൈകുന്നേരം. പക്ഷെ അവിടെ 4 മണിക്കൂർ റിവേഴ്സ്. മനസ്സിലായോ? അവിടുന്ന് 1/2 മണിക്കൂറിന്റെ ശേഷം അപ്പൊ തന്നെ ജർമ്മനിയിലേക്ക് ചെറിയ ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റിലാ പോയത്? ഞാൻ ട്രെയിനായിരിക്കും. ജർമ്മനിയിലേക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ജർമ്മനിയില് ഇറങ്ങിയ ഉടനെ ഞങ്ങളെ എല്ലാവരും കൊണ്ടുപോകാനായിട്ട് 2 ബസ്, ടൂറിസ്റ്റ് ബസ് ഇതെല്ലാം യൂണിയൻ വരെയുള്ള ബസ്സാണ്. തന്നെ മൂത്രമൊഴിക്കാൻ പിന്നാത്തി കയറി. അന്ന് ഞമ്മക്ക് കിട്ടിയ റൂമ് 28ലാണ്. 28th ഫ്ലോറിലെ കിട്ടിയത് ലിഫ്റ്റില്ലേ. അന്ന് ജർമ്മനി കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോയേ? ജർമ്മനി കഴിഞ്ഞിട്ട് പിന്നെ സ്വിറ്റ്സർലൻഡ്. എന്നിട്ട് സ്നോ ഒക്കെ കണ്ട് ഐസിൽ കൂടി പോകുന്നത്. ഐസില് ഏറ്റവും മുകളിൽ മറ്റേ കേബിൾ കാറിൽ പോയി ടോപ്പിലേക്ക്. കേബിൾ കാറിൽ പോയി ടോപ്പിൽ കറങ്ങി. അവിടുന്ന് അവിടെ കുറെ ചുറ്റടിച്ച് അവിടുന്ന് കാപ്പി ഒന്നും കുടിക്കാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ 10 രൂപയ്ക്കാണ് 1000 രൂപ ആവും ഒരു കാപ്പി കുടിക്കാൻ അല്ലേ ആ കാലത്ത്. എന്നിട്ട് ഓക്കെ, അപ്പൊ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രാൻസ് പോയി. ഈഫിൾ ടവർ ഒക്കെ കണ്ട്. ഐഫിൾ ടവർ കണ്ട് പിന്നെ ഓക്കെ. ഇറ്റലിയിൽ എന്ത് കണ്ട്? ഇറ്റലിയില് ഞങ്ങള് ഇതിന്റെ കടൽ മാർഗം ബോട്ടില് പല സ്ഥലം കൊണ്ടേക്കാണ്. ഓക്കെ, 2 ദിവസമാണ്. ഇറ്റലി കഴിഞ്ഞിട്ട് എവിടെ പോയി? ഇറ്റലി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ബസ് നേരെ പോയിട്ട് ക്രൂസിലേക്ക്. കപ്പലിന്റെ ഉള്ളിലേക്കല്ല, ക്രൂസിലേക്കല്ല, കപ്പലിൽ തന്നെ. ഓക്കെ, ഷിപ്പില്. എല്ലാ സൗകര്യങ്ങളുള്ള അച്ഛാ, അതിനല്ലേ ക്രൂസ് എന്ന് പറയാ. എല്ലാ സൗകര്യമുള്ള ഷിപ്പിനല്ലേ ഇപ്പൊ ക്രൂസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതില് 2 ദിവസമായിരുന്നു. എന്നിട്ട് അതില് 2 ദിവസമായിരുന്നു. അല്ലല്ല, അതില് നേരെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവാണ്. ഓ, തിരിച്ച് ഇംഗ്ലണ്ടില് ഞങ്ങൾ ആദ്യം ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി നമ്മളെ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലണ്ടൻ കറങ്ങി. പിന്നെ ഇംഗ്ലണ്ടിൽ 2 ദിവസത്തെ കൂടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ദുബായിക്ക് വന്നു. അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പിന്നെ വീണ്ടും ഫ്ലൈറ്റ് ദുബായിലേക്ക്. 2 days, പിന്നെ 2 days ദുബായ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈ അല്ലെങ്കിൽ ബോംബെ ആണോ? ബോംബെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ട്രെയിനിനാ വന്ന്? ഫ്ലൈറ്റിന് തന്നെ. അങ്ങനെ എത്ര ദിവസത്തെ യൂറോപ്പ് ട്രിപ്പ് ആയിരുന്നു അത്? അല്ല, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുഴങ്ങിണ്ടാവൂലേ? അപ്പൊ ഞങ്ങള് ബോംബെ ഇറങ്ങിയപ്പോ കസ്റ്റംസ് പരിശോധനക്ക് വന്നു. അപ്പോ ഞങ്ങളെ കൂടെയുള്ള കുറെ ജന്തുമാരുണ്ട്. ഒരു പറഞ്ഞ ഒരാള് കുട്ടിയെ കഴിച്ചിട്ട് കാണിച്ചു. ഞങ്ങൾ പോയി എത്ര ദിവസമായി, ഇതിൽ മുഴുവൻ ഞങ്ങളെ ഇട്ട ഡ്രസ്സുകളൊക്കെയാണ്. ചെക്ക് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല. അവർക്ക് അറിയാലോ ഞങ്ങൾ ടൂറ്
ഈ രാജ്യങ്ങളൊക്കെ ടൂർ പോയി വരുന്നത് നമ്മളെ ഇത് മാത്രം നോക്കിയാൽ പോലെ. എന്നിട്ട് എന്താക്കി? ഒറ്റ ആൾക്കും പറ്റും, ഒന്നും നോക്കിയിട്ടില്ല. കോഴിക്കോട് അല്ല, ഞാൻ ചോദിക്കുന്നത് 26 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ഷീണമൊന്നും ഇല്ലായിരുന്നോ എന്നാണ്. ക്ഷീണമില്ല എന്നാ ഏറ്റവും കൂടുതൽ ഈ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ജെറ്റ് ലാഗാ എന്ന് പറഞ്ഞാൽ ഈ സമയത്തിന്റെ വ്യത്യാസം. അശ്വതി നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ കയറിയിട്ട് അവിടെ ശരിക്കും 12 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലും അവിടെ ഉച്ചയാകുമ്പോഴത്തേക്കും എത്തി അവരുടെ സമയത്തിൽ. അപ്പൊ ആ സമയ വ്യത്യാസം കാരണം ക്ഷീണം കൂടുതൽ തോന്നിക്കൂലേ? ലണ്ടൻ വിമാനത്താവളത്തിലൊക്കെ ലണ്ടനിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ പോയാൽ പറഞ്ഞേ ദുബായിൽ നിന്ന് പിന്നെ ഇവിടുന്ന് ബോംബെന്ന് കയറിയിട്ട് കോയമ്പത്തൂര് ടച്ച് ചെയ്തിട്ടാണ് കരിപ്പൂരേക്ക് വരുന്നത്. അത് പച്ച മലയാളത്തിൽ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് പറഞ്ഞ് പിന്നെ ബ്രിട്ടീഷ് എയർലൈൻസിന്റെ കക്കൂസ് നോക്കൂലെന്ന്. ആരാ പറഞ്ഞ്? കൂടെ ഉണ്ടായിരുന്ന മാഹിയിലുള്ള കൃഷ്ണരാജിന്റെ മോനെ, അവനും ഭാര്യയുണ്ടായി.